അഭിമാനം തോന്നിയത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കർഷകർക്ക് 2 കൊല്ലം മുമ്പ് നെൽകൃഷിയിൽ നിന്നും പൈസ കിട്ടാതെ ഒരു 4-5 മാസം ബുദ്ധിമുട്ട് അനുഭവിച്ച് ഒരു ഓണക്കാലത്ത് കുമ്പിളിക്കഞ്ഞി എന്ന ഒരു വലിയ സമരം വരെ ചെയ്ത് അതിന് എൻ്റെ ഒരു സഹപ്രവർത്തകനായ ജയസൂര്യ അത് ആ സമയത്തെ മന്ത്രിമാരുടെ ഒരു സ്റ്റേജിൽ വെച്ച് ഇത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ സമയത്താണ് കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ട് പൊതുസമൂഹം തിരിച്ചറിഞ്ഞത്. ആ സമയത്താണ് ഞാനാണ് ആദ്യമായി നെൽകർഷകന് കൊടുക്കുന്ന നെല്ല് കൊടുത്താൽ അവന് കിട്ടുന്ന വായ്പയായിട്ടാണ് ബാങ്കിൽ നിന്ന് പൈസ കിട്ടുന്നതെന്നും അവന് സിബിൽ സ്കോർ നഷ്ടപ്പെടുമെന്നും പറഞ്ഞപ്പോഴാണ് ഒരു സാധാരണ കർഷകൻ പോലും അത് തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പോൾ ആ തിരിച്ചറിവിനോടൊപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ വന്നതിന് ശേഷമാണ് ഏതാണ്ട് 5 മാസം കഴിഞ്ഞ ആ നെല്ലിൻ്റെ പൈസ കിട്ടാത്ത സാഹചര്യത്തിൽ നിന്ന് നെല്ല് കൊടുക്കാൻ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എടുപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സമയത്ത് ഞാൻ ഇത്രയും വർഷം നിന്നതിൽ എന്തെങ്കിലും എനിക്ക് കർഷകർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു നിമിഷം. ശ്രീ കൃഷ്ണപ്രസാദ്, ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടോ? പുതിയ സർക്കാർ വന്നു, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം പുതിയ സർക്കാർ വരുമ്പോഴാണല്ലോ നമ്മൾ ഇതുവരെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ആവലാതികൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാർ ബാക്കി വെച്ചിരുന്ന തുകകളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാക്കുമെന്നാണ് പുതിയ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു ബഡ്ജറ്റും വരുന്ന ഒരു ബഡ്ജറ്റും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ എന്നും പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. കാരണം ഇപ്പം നെൽകർഷകരുടെ പ്രശ്നം തന്നെ എടുത്താൽ എത്രയോ കാലങ്ങളായി അവർ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ഇന്നും ഇപ്പം ബജറ്റുകളുടെയൊക്കെ അവതരണങ്ങൾ വരുന്ന ഘട്ടത്തിൽ നെൽകർഷകർക്ക് വേണ്ടി ഇത്ര കോടി മാറ്റിവെക്കും, റബ്ബർ കർഷകർക്ക് വേണ്ടി ഇത്ര കോടി മാറ്റിവെക്കുന്നതൊക്കെ പറയുന്നതല്ലാതെ ഇതൊക്കെ യഥാസമയം ഇവരിലേക്ക് എത്തുകയോ അതല്ലെങ്കിൽ പിന്നീട് വരുന്ന കാലങ്ങളിലൊക്കെ ഇത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർത്തിയാക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പം ശ്രീ കൃഷ്ണപ്രസാദ്, ഒരു കർഷകൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് തോന്നുന്നത് എന്താണ്? ഈ വാഗ്ദാനങ്ങൾ നൽകുന്നതിനപ്പുറം അത് പ്രാവർത്തികമാക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കർഷകനിലേക്ക് അവൻ്റെ കയ്യിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിൽ സർക്കാരുകൾക്ക് ഒരു പ്രശ്നമുണ്ടോ? ഉണ്ടാവണമല്ലോ. അതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നീക്കിയിരിപ്പായിട്ട്, അതായത് കാർഷിക വൃത്തിയിലെ ഭൂമി തരം തിരിച്ചതിൻ്റെ പേരിൽ തന്നെ ഏതാണ്ട് 1900 കോടിയോളം ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ ഫണ്ട് ഞങ്ങളിലേക്ക് മാറ്റിയെടുക്കണമെന്ന് ഹൈക്കോടതി വരെ നിർദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇതിന് ഏറ്റവും അത്യാവശ്യം ഒരു ബഡ്ജറ്റിൽ റിവോൾവിംഗ് ഫണ്ട് കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്തിപ്പെടുവാൻ, അതായത് കാർഷിക വൃത്തിയിലേക്കുള്ളവർക്ക് അത് എത്തിപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റായിരിക്കണം നമുക്ക് കാർഷിക വൃത്തിക്ക്. ഈ പറഞ്ഞ പോലെ തരം മാറ്റുക, ഈ ബഡ്ജറ്റിൽ പറയുക, എന്നിട്ടത് സാധ്യമാകാത്ത ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വിഷമകരവും ഖേദകരവുമാണ്. അതുകൊണ്ടാണ് ഒരു റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാവുന്നത്.